എല്ലാവർക്കും ഒരിക്കൽ കൂടെ അൻസു ടോക്കീസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മുടെ തമിഴ്നാടിന്റെ ഇപ്പോഴത്തെ ഒരു പ്രഖ്യാപനം കേട്ടില്ലേ? സ്വയം ഭരണാവകാശത്തിന് വേണ്ടിയുള്ള സ്റ്റാലിന്റെ പ്രഖ്യാപനം. നമുക്ക് അതേക്കുറിച്ചൊന്ന് പോയി നോക്കിയാലോ. എന്താണ് സ്വയം ഭരണാവകാശം? എന്താണ് അതുകൊണ്ട് വരുത്തി വെക്കുന്ന വിനകൾ? ഇതേക്കുറിച്ച് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന മൻസെ എന്നാണ് മഹാരാഷ്ട്രയിൽ അറിയപ്പെടുന്നത്. അന്യ സംസ്ഥാനക്കാർക്ക് നേരെ നടത്തിയ അക്രമ സംഭവങ്ങളുടെ ഏതാനും ചെറിയ ദൃശ്യങ്ങൾ മാത്രമാണിത്. മറാത്തികളല്ലാത്തവർ മഹാരാഷ്ട്ര വിട്ടൊഴിഞ്ഞു പോകാനായി നടത്തിയ കലാപം ശരിക്കും പറഞ്ഞാൽ വിഘടനവാദത്തിലൂടെ അണികളെ ഒപ്പം നിർത്താൻ നടത്തിയ രാഷ്ട്രീയ നാടകം. നിരവധി അന്യ സംസ്ഥാന തൊഴിലാളികളും മറ്റെല്ലാവരും തന്നെ മർദ്ദനത്തിന് ഇരയായി. ചിലർ അക്രമ സംഭവങ്ങളിൽ കൊല്ലപ്പെട്ടു. തൊഴിലാളികൾ രാജ് ഠാക്കറെയുടെ ഗുണ്ടകളെ ഭയന്ന് സ്വന്തം നാടുകളിലേക്ക് മടങ്ങി. പ്രത്യേകിച്ച് ബീഹാറികളും അതുപോലെ തന്നെ യുപിക്കാരും മറ്റ് സംസ്ഥാനക്കാരും എല്ലാം. എന്നിട്ടും കലിയടങ്ങാതെ അക്രമ സംഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി അവർ തുടർന്നുകൊണ്ടിരുന്നു. മറാത്തി സംസാരിക്കാത്തവർ ആരെ കണ്ടാലും വകവരുത്തും എന്ന അവസ്ഥയായി. ഒരു സംസ്ഥാനത്തിന് സ്വയംഭരണം നൽകിയാൽ എന്തൊക്കെ സംഭവിക്കും എന്ന് ശ്രീലങ്കയിൽ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ്. ഭാഷാടിസ്ഥാനത്തിൽ പ്രത്യേക രാജ്യം എന്ന വാദം ഉയർത്തിക്കൊണ്ട് LTT ശ്രീലങ്കൻ സേനയുമായി നടത്തിയ യുദ്ധം ഒടുവിൽ ഇന്ത്യയുടെ ഇടപെടലിലേക്കും അതുവഴി രാജീവ് ഗാന്ധി ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെടുന്ന സംഭവത്തിലേക്കും കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. വിഘടനവാദത്തിലൂടെ ലക്ഷ്യം വെച്ചുള്ള സ്റ്റാലിൻ്റെ നീക്കങ്ങൾ മുളയിലേ നുള്ളിയില്ലെങ്കിൽ മറ്റൊരു ഭീകരമായ അന്തരീക്ഷം രാജ്യത്ത് ഒരുപക്ഷെ ഉണ്ടായേക്കാം. സ്വയം ഭരണാവകാശത്തിന് വേണ്ടി മുറവിളി കൂട്ടുമ്പോൾ ഒരു കാര്യം നമ്മളും അറിയാതെ മറന്നു പോകുന്ന ഒരു സത്യമുണ്ട്. മലയാളികൾ പൊതുവെ ഓർത്തിരിക്കേണ്ട സത്യം. കാരണം മലയാളിക്കില്ലാത്ത ഒരു കാര്യം തമിഴനുണ്ട്. എന്താണെന്നല്ലേ? വളരെ അമിതമായ രീതിയിലുള്ള ഒരു ഭാഷാ സ്നേഹം. അത് തമിഴന് മാത്രം സ്വന്തമായുള്ളതല്ല. മറാഠി, തെലുങ്കു, കന്നഡ അങ്ങനെ ഓരോ സംസ്ഥാനക്കാർക്കും അവരുടെ ഭാഷാടിസ്ഥാനത്തിലുള്ള സ്നേഹം വളരെ കൂടുതലാണ്. പക്ഷെ ഹിന്ദി ബെൽറ്റ് എടുത്ത് നോക്കിയാൽ അവിടെ ഈ ഭാഷാ പ്രേമം മലയാളിയെ പോലെ തന്നെ അത്രയധികം ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷെ മഹാത്മാഗാന്ധി പോലും വിഭാവനം ചെയ്ത ഭാരതത്തിൽ ഭാഷ അത് ഏകീകരിക്കണം എന്ന താല്പര്യത്തോടു കൂടി അദ്ദേഹം പോലും ഉരുവിട്ട ഒരു സത്യമാണ് ദേശീയ ഭാഷ എന്ന നിലയിൽ ഹിന്ദി അംഗീകരിക്കുക എന്ന കാര്യം. പക്ഷെ മനഃപൂർവ്വം ഇതേക്കുറിച്ച് ആരും ഒരക്ഷരം മിണ്ടിയിട്ടില്ല. പിന്നീട് കാലങ്ങൾ ഇത്രയും കടന്നു പോന്നിട്ട് പോലും. പക്ഷെ ഇപ്പോൾ തമിഴന് സ്വന്തമായി സ്വയം ഭരണാവകാശം. നമുക്കറിയാം, തമിഴ്നാട്ടിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു കടയുടെ പോലും ബോർഡ് തമിഴിലല്ലാതെ നമുക്കൊരു അക്ഷരത്തിൽ പോലും കാണാൻ കഴിയുന്നില്ല. ഒരു തമിഴ് സ്കൂളിൽ നിന്നും SSLC പഠിച്ച് പുറത്തിറങ്ങുന്ന കുട്ടിയുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് നോക്കിയാൽ പോലും അതിലെല്ലാം ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, നെയിം ഓഫ് കാൻഡിഡേറ്റ് അതെല്ലാം എഴുതിയിരിക്കുന്നത് തമിഴിലാണ്, ഇംഗ്ലീഷിലല്ല. അപ്പൊ ഈ കുട്ടിക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായി മറ്റു സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വന്നാലോ, മറ്റൊരു സംസ്ഥാനത്തേക്ക് പോകേണ്ടി വന്നാലോ, രാജ്യത്തിന് പുറത്ത് പോകേണ്ടി വന്നാലോ ഇത് എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നത് പോലും അവർ ചിന്തിക്കുന്നില്ല. അത് പോയിട്ടോ ഈ അടുത്ത കാലത്ത് തന്നെ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിക്കേണ്ട ഒരു കാര്യമായിരുന്നു. രൂപയുടെ സിമ്പൽ, ലോഗോ അവർ തന്നെ സ്വയം മാറ്റി അത് തമിഴിലാക്കി. എന്തിനു വേണ്ടിയിട്ട്? ഈ ഭാഷാ സ്നേഹം എന്തിനു വേണ്ടിയിട്ടാണ്? അതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച. വളരെ വർഷങ്ങൾക്ക് മുമ്പ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരു 1.5 പതിറ്റാണ്ട് മുന്നേ മഹാരാഷ്ട്രയിൽ ഒരു ബഹളം നടന്നു. രാജ് ഠാക്കറെ തുടങ്ങി വെച്ച ഒരു വിപ്ലവം. അദ്ദേഹം ബാൽ ഠാക്കറെയുടെ മരണശേഷം അവിടെ രാജ് ഠാക്കറെയും ഉദ്ധവ് ഠാക്കറെയും തമ്മിൽ ഒരു യുദ്ധം നടക്കുന്നു. അധികാരത്തിന് വേണ്ടിയുള്ള ഒരു തർക്കം നടക്കുന്നു. ആ തർക്കത്തിന് ശേഷം രാജ് ഠാക്കറെ ഒരു പുതിയ പാർട്ടി നേടിയെടുക്കുന്നു. ആ പാർട്ടിയുടെ പേര് മഹാരാഷ്ട്ര നവനിർമ്മാണ സേന എന്നായിരുന്നു, മൻസെ. ഈ മൻസയുടെ പ്രധാന മുദ്രാവാക്യം എന്ന് പറയുന്നത് ഭാഷയായിരുന്നു. മറാഠവാഡ, മറാഠി സംസാരിക്കുക, മഹാരാഷ്ട്രയ്ക്കുള്ളിൽ മറാത്തി മാത്രം സംസാരിക്കുക. മറാഠി സംസാരിക്കാത്ത മഹാരാഷ്ട്രീയൻസ് അല്ലാത്തവരാരും മഹാരാഷ്ട്രയിൽ ജോലി ചെയ്യണ്ട, മഹാരാഷ്ട്രയിൽ നിൽക്കണ്ട, അവർ എത്രയും പെട്ടെന്ന് സംസ്ഥാനം വിട്ടൊഴിഞ്ഞു പോകണം എന്നായിരുന്നു അന്ന് രാജ് ഠാക്കറെയുടെ പ്രഖ്യാപനം. അപ്പൊ ഈ പ്രഖ്യാപനത്തിന് ശേഷം മഹാരാഷ്ട്രയിൽ ആകെ വിപ്ലവം ആളിക്കത്തി. ഞാനിത് ആധികാരികമായിട്ട് പറയാൻ ഒരു കാരണമുണ്ട്. ഈ വിപ്ലവം, ഈ കലാപം ആളിപ്പടരുന്ന സമയത്ത് ഞാൻ മഹാരാഷ്ട്രയിൽ നാസിക്കിൽ താമസിക്കുന്ന കാലമായിരുന്നു. അന്ന് അവിടെ ജോലി ചെയ്യുകയായിരുന്നു. രാത്രികളിൽ എനിക്ക് വീട്ടിൽ പോകാൻ പോലും വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഒരു സമയമായിരുന്നു അത്. വളരെ ഭയന്നായിരുന്നു ഞാനും വീട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. എന്നെ പല ദിവസങ്ങളിലും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ അതിൻ്റെ ഓണറും മറ്റും എന്നെ വീട്ടിലേക്ക് കൊണ്ടെത്തിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. കാരണം ഈ ഒരു കാലഘട്ടം ഞാനും മറക്കില്ല. കാരണം ഈ ഒരു സ്റ്റാലിൻ്റെ ഈ ഒരു പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട്
ഞാൻ ഈ ഒരു എപ്പിസോഡ് ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഭയം ഇത് തന്നെയായിരുന്നു. കാരണം ഭാവിയിൽ മറാഠവാഡ ദേശം ഉയർത്തിവിടുന്ന ആ ഒരു ഭാഷാ സ്നേഹവും മറ്റും എന്തുമാത്രം തമിഴ്നാട്ടിലേക്കും കടന്നു വരുമെന്നും അത് ഒരു എന്തുമാത്രം രാജ്യത്തിന്റെ നിലനിൽപ്പിനും കെട്ടുറപ്പിനും എന്തുമാത്രം ആപത്താകും എന്നും ഉള്ള ഒരു ഭയം എന്നെയും അലട്ടിയിരുന്നു. അത് തന്നെയാണ് ഞാൻ തീർച്ചയായിട്ടും ഈ ഒരു എപ്പിസോഡ് ചെയ്യാനുള്ള കാരണം. നമുക്ക് എന്താണ് സ്വയംഭരണാവകാശം എന്നതിലേക്കൊന്ന് പോയി വരാം. സ്വയംഭരണാവകാശം എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരുകൾക്ക് കേന്ദ്രം നൽകുന്ന ആനുകൂല്യങ്ങൾ വെട്ടിച്ചുരുക്കുകയോ അതിൽ നിന്നും എന്തെങ്കിലും മാറ്റം വരുത്തുകയോ ചെയ്യുന്ന പക്ഷം സംസ്ഥാനങ്ങൾക്ക് അതിൽ അസ്വസ്ഥതയുണ്ടെന്നും തങ്ങൾക്ക് വളരെ ഞെരുക്കം സാമ്പത്തികമായി അനുഭവിക്കുന്നു എന്നും അതിനെ തരണം ചെയ്യാൻ നിവൃത്തിയില്ലാതെ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു നിർദ്ദേശം, ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ അറിയാം, ഞങ്ങൾ ഇവിടുത്തെ ഭരണം നിർവഹിച്ചുകൊള്ളാം, നിങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കണ്ട, ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു കൊള്ളാം എന്ന് തീരുമാനിക്കുന്നിടത്താണ് ഇതിന്റെ പ്രസക്തി ഉണ്ടാവുന്നത്. അതിലേക്ക് അവതരിപ്പിക്കുന്ന ഒരു ബില്ലാണ് അവർ നിയമസഭയിലേക്ക് കൊണ്ടുവരുന്നത്. എന്താണ് സ്വയംഭരണാവകാശം? നമുക്കറിയാം, നമ്മുടെ മുമ്പിൽ ഈ മഹാരാഷ്ട്രയിലെ വിപ്ലവവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം അന്ന് കോലാഹലങ്ങൾ ഉണ്ടായോ അതേ ബഹളങ്ങൾ തന്നെ വീണ്ടും തമിഴ്നാട്ടിലും ഇത് ആവർത്തിക്കപ്പെട്ടേക്കാം എന്നെനിക്ക് സംശയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് മഹാരാഷ്ട്രയിൽ അത് സംഭവിക്കുമ്പോൾ അതായത് മറാത്തികളുടെ ഒരു ദേശീയ നേതാവായി വളർന്നു വരാനുള്ള ഒരു പരിശ്രമം മാത്രമായിരുന്നു. അതായത് രാജ് ഠാക്കറെയുടെ ഒരു പരിശ്രമം മാത്രമായിരുന്നു അതിന് പിന്നിൽ. അത്രമാത്രം അയാൾ പരിശ്രമിച്ചിരുന്നു അതിനു വേണ്ടിയിട്ട്. കാരണം അയാൾക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രം, അയാൾ മഹാരാഷ്ട്ര എന്ന സംസ്ഥാനത്തിന്റെ തലപ്പത്ത് അയാൾക്ക് എത്തണം, അയാൾക്ക് അവിടുത്തെ മുഖ്യമന്ത്രിയാവണം, അയാൾക്ക് എല്ലാം നേടിയെടുക്കണം. അതിനുവേണ്ടി രാജ്യത്തിന്റെ ഐക്യമോ അഖണ്ഡതയോ ഒന്നും അയാൾക്കൊരു പ്രശ്നമല്ല. അതിവിടുത്തെ പല മുഖ്യമന്ത്രിമാരും ഇതേപോലെ ഇറങ്ങിത്തിരിച്ചാൽ, പല രാഷ്ട്രീയക്കാരും ഇങ്ങനെ ഒരു ലക്ഷ്യവുമായി ഇറങ്ങിത്തിരിച്ചാൽ അത് രാജ്യത്തിന് എന്തുമാത്രം ആപത്താകും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കാരണം മറ്റൊന്നുമല്ല, ഇവിടെ ഇപ്പോ നമ്മുടെ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന തുടങ്ങി വെച്ച അതേ വിപ്ലവം തന്നെ ഒരു കാലത്ത് രാജ് ഠാക്കറെയുടെ മുന്നേ സഞ്ചരിച്ചിരുന്ന മറ്റൊരു വ്യക്തിയായിരുന്നു ബാൽ ഠാക്കറെ. ബാൽ ഠാക്കറെ അന്ന് തമിഴന്മാരെ എല്ലാം തമിഴ്നാട്ടിലേക്ക് ഓടിച്ചത് നമ്മളാരും മറന്നിട്ടില്ല. അന്ന് അടിയും കൊണ്ടുപോയായിരുന്നു അവന്മാരെല്ലാം അവിടെ നിന്ന് ഓടിയത്. അതിനുശേഷം രാജ് ഠാക്കറെയുടെ കടന്നുവരവോടുകൂടി തന്നെ രാജ് ഠാക്കറെ ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിച്ചു. നിരവധി ബാങ്കിൽ ഉദ്യോഗം നോക്കുന്ന ജീവനക്കാർ മർദ്ദനത്തിനിരയായി, ഒരുപാട് പെൺകുട്ടികൾ മാനഭംഗത്തിനിരയായി, ഒരുപാട് അന്യ സംസ്ഥാന തൊഴിലാളികൾ ആക്രമിക്കപ്പെട്ടു, കടകമ്പോളങ്ങളെല്ലാം അടച്ചിടേണ്ട അവസ്ഥയായി, മഹാരാഷ്ട്രയെ നിലനിർത്തി പോരുന്ന വൻ വ്യവസായങ്ങളെല്ലാം അടച്ചുപൂട്ടലിന്റെ വക്കിലായി. വക്കിലിൽ നിന്നല്ല, അക്ഷരാർത്ഥത്തിൽ ലോക്ക്ഡൌൺ ആയി, സ്തംഭിച്ചു. മഹാരാഷ്ട്ര സാമ്പത്തികമായി ഞെരുങ്ങി. മറ്റു സംസ്ഥാനത്തിൽ നിന്നുള്ള തൊഴിലാളികളെല്ലാം, അന്ന് ലാലു പ്രസാദ് യാദവ് ആയിരുന്നു റെയിൽവേ മിനിസ്റ്റർ, അദ്ദേഹം ട്രെയിൻ സൗജന്യമായി യാത്ര ചെയ്ത് ഇവർക്കെല്ലാം രക്ഷപ്പെട്ടു പോകാനുള്ള ട്രെയിൻ സൗകര്യങ്ങൾ വരെ ഒരുക്കി കൊടുത്തു. അവർ രക്ഷപ്പെട്ടു പോയി. ആ ചരിത്രം അവിടെ നിൽക്കട്ടെ, നമുക്ക് തമിഴ്നാട്ടിലേക്ക് വരാം. ഭാഷാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വികാരം കൊള്ളുന്ന ചില സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഞാൻ പറഞ്ഞത് മഹാരാഷ്ട്രയെങ്കിൽ മറ്റൊന്നാണ് തമിഴ്നാട്. ഈ തമിഴ്നാട് നാളെ ഒരു സമയത്ത് ചെയ്യാൻ പോകുന്നത്, ഇവരുടെ വിഘടനവാദം കൊണ്ട് ഇവർ സ്വന്തം രാജ്യം എന്നൊരാവശ്യം പോലും ഇവർ ഉന്നയിച്ചുകൂടുകയില്ല. അതിന് യാതൊരു തർക്കവുമില്ല. കാരണം അത്രമാത്രം ഭാഷ എന്ന ജ്വരം, ജാതി, മതം തുടങ്ങിയ കാര്യങ്ങളിലൊന്നും അല്ല അവരുടെ ശ്രദ്ധ. അവരുടെ സർവത്ര ശ്രദ്ധയും കേന്ദ്രീകരിച്ചിരിക്കുന്ന ഭാഷയിലാണ്. നമുക്കറിയാം, വ്യത്യസ്തമായിട്ടുള്ള പല രാഷ്ട്രീയ പാർട്ടികളും പല അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം മറന്നുകൊണ്ട് മുല്ലപ്പെരിയാർ വിഷയം ഉൾപ്പെടെ കേരളത്തിന്റെയും മറ്റെല്ലാ അന്യ സംസ്ഥാനങ്ങളുടെ കാവേരി നദീജല തർക്കമായാലും മുല്ലപ്പെരിയാർ വിഷയമായാലും എല്ലാം തമിഴർ ഒത്തൊരുമയോടുകൂടി സുപ്രീം കോടതി വിധിയെ പോലും എതിർത്ത് തോൽപ്പിച്ച പാരമ്പര്യമുള്ളവരാണ്. അത്ര ഭാഷാടിസ്ഥാനത്തിൽ അത്ര കെട്ടുറപ്പുള്ളവരാണ് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട് നിവാസികൾ. തമിഴർ എന്ന് അക്ഷരാർത്ഥത്തിൽ നമുക്ക് പറയേണ്ടി വരും. അത്തരം ഒരു ഭാഷാ ദൗർബല്യം മുതലെടുത്തുകൊണ്ട് ഇന്നൊരാൾ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് ഈ രീതിയിൽ തമിഴ്നാടിനെ തന്റെ ചൊൽപ്പടിയിലാക്കാൻ. അത് മറ്റാരുമല്ല, തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. പണ്ട് അദ്ദേഹത്തിന്റെ പിതാവായിരുന്ന മുത്തുവേൽ കരുണാനിധി ഒരു രാത്രി മുഖ്യമന്ത്രിയായിരിക്കവേ ജയലളിത ഏറ്റെടുത്ത ഒരു നടപടി, പോലീസ് നടപടി, ആ പോലീസ് നടപടിയിലൂടെ ഉടുതുണിയില്ലാതെ തൂക്കിയെടുത്ത് അയാളെ ജീപ്പിലിട്ട് കൊണ്ടുപോവുകയായിരുന്നു ചെയ്തത്. അന്നൊരു മുഖ്യമന്ത്രി വിചാരിച്ചപ്പോൾ ഇത്രയും ചെയ്യാൻ കഴിഞ്ഞു എങ്കിൽ സ്റ്റാലിൻ എന്ന് പറയുന്ന വ്യക്തിയെ ഒരു പ്രധാനമന്ത്രിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും. ഇത് ആരുടെ ധൈര്യത്തിലാണ് സ്റ്റാലിൻ ഈ ഒരു വിപ്ലവത്തിന് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്, ഈ വിഘടനവാദത്തിന് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്
എന്നെനിക്കറിയില്ല. കാരണം സ്റ്റാലിൻ ഒരുപാട് പ്രശ്നങ്ങൾ ഇതേപോലെ സമൂഹത്തിനിടയിൽ സൃഷ്ടിക്കുകയാണ്, ഇപ്പോഴും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാലിൻ മാത്രമല്ല, മറ്റേതാനും പുതിയ ചില രാഷ്ട്രീയ മുഖങ്ങളും വിജയ് ഉൾപ്പെടെ ഉയർത്തിവിടുന്നത് തമിഴ്നാടിന് ഒരു പ്രത്യേക പദവി അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥാനം എന്നൊരു ഇതിലേക്കാണ്. ക്രമേണ ഇവർ അതിൽ സംതൃപ്തരാവില്ല, വീണ്ടും കൂടുതൽ കൂടുതൽ ആവശ്യങ്ങൾ കൊണ്ടുവരും. ഈ ആവശ്യങ്ങൾ കൊണ്ടുവന്ന് ഏറ്റവും ഒടുവിൽ ഇവർ പറയും തമിഴ്നാട്ടിൽ തമിഴരല്ലാതെ ആരും ജോലി ചെയ്യണ്ട, തമിഴരുടെ കാര്യം നോക്കാൻ തമിഴർക്കറിയാം, അതുകൊണ്ട് തമിഴ്നാടിനെ ഒരു പ്രത്യേക രാജ്യമാക്കണം. ഇതായിരിക്കും നാളെ അവർ ആവശ്യപ്പെടാൻ പോകുന്നത്. പക്ഷെ ഈ ഒരു കാര്യത്തിലേക്ക് ഇവർ മുന്നോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവർ മുന്നോട്ട് പോകുന്നെങ്കിൽ എനിക്കൊരു കാര്യത്തിൽ ഉറപ്പുണ്ട്, ഇത് ആരുടെയും പിൻബലമില്ലാതെ ഒരു കാരണവശാലും ഇവരിത് ചെയ്യില്ല. ഏതോ ശക്തമായ ഒരു കക്ഷിയുടെ പിൻബലം ഇവർക്ക് പിന്നിലുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. കാരണം സ്വന്തം അച്ഛനായ മുത്തുവേൽ കരുണാനിധിയെ ജയലളിതയുടെ പോലീസ് തൂക്കിയെടുത്ത് വണ്ടിയിലിട്ട് കൊണ്ടുപോയി ജയിലിനകത്ത് അടയ്ക്കാമെങ്കിൽ അന്നേ ദിവസം ഒരു ചെറു വിരൽ പോലും ഏതൊരു മകനായാലും ശരി തന്റെ മകൻ എന്നുള്ള ഒരു കർത്തവ്യമെങ്കിലും ചെയ്യും. അതിന് പോലും കഴിയാതെ വീട്ടിനകത്ത് പതുങ്ങിയിരുന്ന ഒരു മനുഷ്യനാണ് ഇന്നത്തെ മുഖ്യമന്ത്രി സ്റ്റാലിൻ. ഈ സ്റ്റാലിന് ഇന്ന് ഈ ധൈര്യം എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ എനിക്കൊരു സംശയമുണ്ട്. ആ സംശയം മറ്റൊന്നുമല്ല, അതിന്റെ ഒരു നടപടിയായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ആ നടപടി എനിക്ക് പറയാനുള്ളത് ഇതാണ്. നാഷണൽ ഹെറാൾഡ് കേസിൽ കുറ്റപത്രം, രാഹുലും സോണിയയും ED കുരുക്കിൽ. യഥാർത്ഥ പ്രതി ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും ആരാണെന്ന്, അല്ലെ? കേന്ദ്ര സർക്കാർ പിടിമുറുക്കിയിരിക്കുന്നത് കേന്ദ്രത്തിൽ തന്നെയാണ്. ഇനിയിപ്പോ നോക്കിക്കോണം, ഒരുപക്ഷെ സ്റ്റാലിന്റെ പിന്നിൽ സോണിയയോ രാഹുലോ കോൺഗ്രസ് പാർട്ടിയോ ആണെങ്കിൽ ഇനിമേലിൽ സ്റ്റാലിൻ ഒരക്ഷരം മിണ്ടില്ല. അഥവാ മിണ്ടിയാൽ കുരുക്ക് മുറുകുന്നത് ആർക്കായിരിക്കും എന്ന് നിങ്ങൾ കണ്ടോളൂ. കേന്ദ്ര സർക്കാരും ഒന്നും എനിക്ക് തോന്നുന്നില്ല, കോടതിയും ഒന്നും എന്തെങ്കിലും കാണാതെ അവരൊരു കേസിൽ പിടിമുറുക്കും തോന്നില്ല. ഇവരെ കുരുക്കാൻ പോകുന്ന എന്തെങ്കിലും ഒരു തെളിവ് സാറന്മാരുടെ കയ്യിലുണ്ടാവും. ആ തെളിവ് വെച്ചിട്ടായിരിക്കും, അതിന്റെ ധൈര്യത്തിലായിരിക്കും ഇവർ തീർച്ചയായിട്ടും ഇത്ര അടിയന്തരമായി ഈ കേസെടുത്തത്. അതുകൊണ്ട് വിഘടനവാദം ഒരിക്കലും ശരിയായ ഒരു രാഷ്ട്രീയമല്ല. രാജ്യത്തെ ഭാഷാടിസ്ഥാനത്തിൽ വിഘടിപ്പിച്ചുകൊണ്ടല്ല രാഷ്ട്രീയം നടത്തേണ്ടത്. അതുകൊണ്ട് മനസ്സിലാക്കിയിരിക്കുക, വിഘടനവാദം എവിടെ ഉയർന്നു വന്നാലും അതിനെ തകർക്കുക തന്നെ വേണം. നാളൊരു സമയത്ത് നമുക്ക് മറ്റൊരു ശ്രീലങ്കയായി മാറാൻ സാധ്യതയുണ്ട് നമ്മുടെ തമിഴ്നാട്. അത് മറക്കണ്ട. ഗുഡ് ബൈ.